കോയിനും കറൻസിയും മാത്രം ഏതാണ്ട് 200 ചില്ലാൻ കിലോമീറ്റർ. ഇത് ഷേപ്പില്ലാത്ത പഴയ നാട്ടുരാജാക്കന്മാരുടെ ആണ് പഴയ കാലത്ത്. ഇതായിട്ട് 834. ഇതൊക്കെ അതിന് മുമ്പുള്ളതാണ് ചക്രവർത്തിയുടെ കാലം. ചക്രവർത്തിയുടെ കാലത്തുള്ളത്. ഇത് ഓട്ടമുക്കാൽ, ഇതൊക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇത് നെപ്പോളിയൻ. ഇത് 2 തിരുവാങ്കൂറിന് 4 കാശ്. ഇത് 1 കാശുണ്ട്, 2 കാശ്, 4 കാശ്. സൗത്ത് ഏഷ്യയില കംപ്ലീറ്റ് കോയിന്റെ പേപ്പറിന്റെ കോയിന് വരയ്ക്കുക മുഴുവൻ ഡീറ്റെയിൽസ് ഈ ബുക്കിലുണ്ട്. ഇയറുണ്ട്. ഇന്ന രാജാക്കന്മാരെ അടിച്ചിരുന്നുണ്ട്. ഇപ്പൊ ലാഹോർ, അഹമ്മദാബാദ്, അങ്ങനെ ഇത് കൂടെ വേണം. നല്ല മുഴുവൻ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ ചരിത്രം, ശരിക്കും ചരിത്രം ഇത് പഠിക്കാനൊരു പേടി ഉണ്ടാവുകയാണ്. ഒരു കാലഘട്ടത്തിലും ഒരു ദേശത്തിന്റെയും എല്ലാം മുഴുവൻ അറിയണമെങ്കിൽ ഈ നാണയങ്ങൾ നോക്കി അറിയാൻ പറ്റും. സ്പെഷ്യൽ ടൈപ്പ് കോമറേറ്റീവ് കോയിൻസ്. ഒരേ രാജ്യങ്ങളും പ്രത്യേക ഇതായിട്ട് കോയിൻസ്. അത് ഈ ഇറക്കണ പൈസക്കല്ല അതിന്റെ മൂല്യം. വേറെ റേറ്റാണ് അവര് വാല്യുവേഷൻ കൂട്ടിയാണ് ഇറക്കുക. ചിലപ്പോ ഒരു 1000 ഉറുപ്പ്യാന്ന് ഇറക്കിയാൽ 12,000 ഉറുപ്പ്യ ഒക്കെ അതിന്റെ വിലയുണ്ടാവും. സാധാരണക്കാർക്ക് ഇത് മേടിക്കാൻ പറ്റും. സാധാരണക്കാർക്ക് റിസർവ് ബാങ്കിൽ ഇത് മേടിക്കാം. കോമ്പറേറ്റീവ് 10-ന്റെ സിൽവർ വെള്ളിയാണ്. ഇത് സിൽവർ ജൂബിലിക്ക് ഇറക്കിയാണ്. 800. ഇതിന്റെ വാല്യൂ എത്രയാണ്? ഇത് എത്ര രൂപ കിട്ടാം? 14,000 രൂപ. തഞ്ചാവൂര് ഇത് 1000 തഞ്ചാവൂര്. ഡീറ്റെയിൽസ് ഇതിലുണ്ട്. ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഇറക്കിയിട്ടുണ്ട്. കോമറേറ്റീവ് കോയിൻ 200 കോമറേറ്റീവ് കോയിൻ. ഡീറ്റെയിൽസ് ഒക്കെ കംപ്ലീറ്റ്. ഒമാന്റെ കോമറേറ്റീവ് കോയിൻ റിയാൽ. ഇത് അവിടെ 18 റിയാൽ വിലയാണ്. 2013 വാങ്ങിയതാണ്. അതുകൂടാതെ വേറെ എത്ര രാജ്യത്തെ 150 അതൊക്കെ ഉള്ളു. യൂസയുടെ പല വെറൈറ്റീസാണ്. ഒരേ സ്റ്റേറ്റാണ് ഇതാക്കി കൊടുത്തിട്ടുള്ളതാണ്. ഇതൊക്കെ അത് തന്നെയാണ്. പല വെറൈറ്റികൾ, ഒരേ വെറൈറ്റിയാണ്. ഇത് സിറിയ.